ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം CPIM കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വണ്ടിപ്പെരിയാറിൽ പ്രസംഗിച്ചു. LDYF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ കക്കിക്കവലിൽ നിന്നും ഒരുക്കിയ സ്വീകരണത്തോടെയാണ് ബൃന്ദ കാരാട്ട് വണ്ടിപ്പെരിയാറിൽ എത്തിയത്. കോൺഗ്രസിനെതിരെയും BJPക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം വണ്ടിപ്പെരിയാറിൽ നടത്തിയത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വണ്ടിപ്പെരിയാറിൽ എത്തിയത്. വണ്ടിപ്പെരിയാർ കക്കിക്കവലിൽ നിന്നും LDYF യുവജന പ്രസ്ഥാനത്തിലെ നിരവധി പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ബൃന്ദ കാരാട്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വേദിയിൽ എത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ സഖാവിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. LDF പീരുമേട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി സെക്രട്ടറി R തിലകൻ അധ്യക്ഷനായിരുന്ന പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം K ഉഷ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം CPIM കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വേദിയിൽ പ്രസംഗിച്ചു. പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർത്ത ഏക സംസ്ഥാനമാണ് കേരളമെന്നും ആയിരക്കണക്കിന് ഹൈന്ദവ ഭക്തർ എത്തുന്ന ഗുരുവായൂരിൽ MLA ആയി ഒരു മുസ്ലിം ഉള്ളത് കേരളത്തിന്റെ മതനിരപേക്ഷതയെ വിളിച്ചോതുന്ന ഘടകമാണെന്നും കേന്ദ്രത്തിൽ ഇപ്പോൾ നടക്കുന്നത് തവള രാഷ്ട്രീയമാണെന്നും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുവാൻ കോൺഗ്രസിലെ ഒരു MP പോലും ഉണ്ടായില്ല എന്നും ബൃന്ദ കാരാട്ട് വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. The Kerala government has followed a path of pro-people economic policies. നമുക്ക് അഭിമാനമുണ്ട്. നമ്മൾ CAA ശക്തമായി എതിർക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ജനങ്ങളെ കേന്ദ്രീകൃതമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. Similarly, on the issue of defense of the constitution, of secularism, we are proud it was the Kerala LDF government which was the first government in India which passed a resolution in the state assembly that here in Kerala the CAA will never be implemented. പീരുമേട് MLA വാടൂർ സോമൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KK ശിവരാമൻ, LDF നേതാക്കളായ ജോസ് ഫിലിപ്പ്, രാജച്ചൻ നീരണാംകുന്നേൽ, PN മോഹനൻ, കുസുമം സതീഷ്, ആശ ആന്റണി, ജോണി ചെരുവുപുറം, CPIM പീരുമേട് ഏരിയ സെക്രട്ടറി S സാബു തുടങ്ങിയവർ പ്രചരണ പരിപാടിയുടെ യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. പീരുമേട് നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള നിരവധി പ്രവർത്തകർ പ്രചരണ പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.